പഠിച്ചോനെ ഇവളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മ അതിലെ പണിയൊന്നും എടുക്കരുതെന്ന്. ഇവളോട് എത്ര പറഞ്ഞാലും ഇവൾക്ക് മനസ്സിലാവില്ല. അല്ല ഇവളെ എന്നോട് ഞാൻ പറഞ്ഞേക്കണല്ലോ ഇവിടുത്തെ പണിയൊന്നും എടുക്കണ്ടാന്ന്. പിന്നെ ചെന്തിരി ഈ അടുക്കളയിൽ കയറിയത് അനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവൂല. അതുമ്മ ഒന്നും ഉണ്ടായിട്ടല്ല, അടുക്കള ഇങ്ങനെ കെടുക്കുമ്പോൾ വിചാരിച്ചു പൊറുതിയേട്. അപ്പം ഞാൻ ഇവിടെയൊക്കെ ഒന്ന് തുടച്ചു വിടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് കയറിയതാണ്. അതെ, അടുക്കള അവിടെ കിടന്നോട്ടെ. ഈ ജനലല്ലോ ഇവിടുത്തെ പണി എടുക്കണത് ഞാനല്ലേ. പിന്നെ അന്നെ ഞാൻ റൂമിൽ തന്നെ ഇങ്ങനെ ഇരുത്തുന്നത് അന്നുള്ള സ്നേഹം കൊണ്ടല്ല. എൻ്റെ കുട്ടിക്ക് ഒരു കുഞ്ഞിക്കാലുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പം അന്നെ ഇങ്ങനെ റെസ്റ്റ് എടുപ്പിക്കുന്നത്. അല്ലാണ്ട് അന്നുള്ള സ്നേഹം കൊണ്ടല്ല. നാട്ടുകാർ ചോദിക്കൽ തുടങ്ങിയേ ഓനക്ക് കുട്ടിയായില്ലേ, എന്താ മച്ചിയാണോ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്നിട്ട് 4-5 കൊല്ലായില്ലേ. മനസ്സ് പറഞ്ഞു മടുത്തിക്കണ്. നീ ഇങ്ങനെയെങ്കിലും ഒന്ന് പണിയെടുക്കാതെ ഒരു റൂമിൽ ഒരു പാത്തി ഇരുന്നില്ലെങ്കിൽ ഇതിൻ്റെ മോനെ കുട്ടിയെ പ്രസവിക്കും വിചാരിച്ചിട്ടാണ്. അല്ലാണ്ട് മനസ്സിലേക്ക് വെച്ചപ്പെടുത്ത പണിയെടുക്കാൻ. ഇൻ്റെ പണി കഴിഞ്ഞിട്ട് ഞാൻ അവിടെയൊക്കെ വൃത്തിയാക്കിക്കൊണ്ട് അതൊക്കെ കുട്ടീൻ്റെ പണി നോക്കിയിട്ട് അവിടെ ഇരുന്നാൽ മതി. ഓള് പൊറുതിയോടുകൊണ്ട് ഓള് കയറി വന്നതാണെന്ന് അള്ളാനെ വിചാരിച്ചിട്ട് മനസ്സെനിക്ക് വയസ്സാങ്കാലത്തെ ഒരു പേരക്കുട്ടിനെ കൽപ്പിച്ചിരിക്കാനുള്ള ഒരു ഭാഗ്യം ഇജ്ജ് തരണേട്ടാ. അതുകൊണ്ട് ഇജ്ജ് എന്നോട് പണിയെടുക്കണ്ട കുടിക്കണ്ട റെസ്റ്റ് എടുക്കാൻ പറഞ്ഞെങ്കിൽ ഇജ്ജ് അത് ചെയ്തോളണം. ഇജ്ജ് അള്ളാനെ വിചാരിച്ചിട്ട് ഇന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കണ്ട. അതുകൊണ്ട് ഇജ്ജ് എൻ്റെ പണി എടുത്തോ. ഓള് പൊറുതിയോടുകൊണ്ട് കയറി വന്നിട്ട് ഓള് കുറച്ചുതന്നെ ഒരു കുട്ടി ഉണ്ടായി കണ്ടാൽ മതി എൻ്റെ ചെറുക്കനിക്ക്. ഓൻ്റെ ഒപ്പം കല്യാണം കഴിഞ്ഞവർക്കും ശേഷം കഴിഞ്ഞവർക്കും ഒക്കെ കുട്ടിയും ചട്ടിയും 2-3 മക്കളായി. എൻ്റെ കുട്ടിക്കും ഉണ്ടാവും പൊറുതിയോട്. എന്നോട് കാണിക്കണില്ലാന്നുള്ളൂ, അല്ലെങ്കിൽ എന്നോട് കാണിക്കണില്ല. ഓള് പൊറുതിയോടുകൊണ്ട് കയറി വന്നിട്ടാണ്. ഒന്ന് ഇളകാതെ ഒരു പാത്ത് ഇരിക്കുകയാണെങ്കിൽ വലിയ കിട്ടലും വിചാരിച്ചിരിക്കുക ഞാൻ. ചെല്ലി അവിടെ പോയിരുന്ന ജി. എത്ര ഈ റൂമിൽ ഇങ്ങനെ ഇരിക്കുക. മനസ്സിലാക്കാണ് ഒരു പണി എടുക്കാണ്ട് റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര പൊറുതിയോട്. പിന്നെ ഈ പേരത്തെ പണി മുഴുവൻ അമ്മ എടുക്കുന്നതുകൊണ്ട് മനസ്സിലാക്കാൻ അതൊരു ഇടങ്ങാറ്. അതുകൊണ്ടാണ് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ അത് അമ്മക്ക് പറ്റൂല. കുറച്ച് ഈ മാസം ഇപ്പം ഇവർ വിചാരിച്ച പോലെ ഒന്നും നടന്നിട്ടില്ലെങ്കിൽ എൻ്റെ ഒരു വിധി എന്തൊക്കെയും ഞാൻ കേൾക്കേണ്ടി വരും എന്നൊക്കെ അറിയില്ല. ഞാനിപ്പോൾ അവിടെ പോയിരിക്കട്ടെ. ഇനിയിപ്പോൾ ഇവിടെ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ തൊള്ളയിൽ കിടക്കണം മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും. എന്ത് ഇരിക്കണത്, അടിച്ചു തുറക്കട്ടെ. ബാക്കിയുള്ള പണിയും കൂടി എടുത്തു വരുമ്പോഴത്തേന് എൻ്റെ ഊരിയും പുറമൊക്കെ ഒരേപോലെ കടയും. ഇപ്പം എന്താണ് കാല് കടിച്ചിൽ കുറച്ച് കൂടിയിരിക്കണം. എങ്ങനെ കൂടാതിരിക്കുക? ഈ പെരയത്തെ മുഴുവൻ പണി ഞാനല്ല എടുക്കണത്. അപ്പം അതൊക്കെ ഉണ്ടാവും. എന്നാലും മാണ്ടില്ല, ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. എൻ്റെ കുട്ടിക്ക് ഒരു കുട്ടിക്കാലുണ്ടായാൽ മതിയേന്. ആ ഒരു തേട്ടമുള്ളൂ. 5 വകത്ത് നിസ്കരിച്ച് പഠിച്ചവനോട് വെച്ച് അതന്നെ പറയാനുള്ളൂ. ഇനിയിപ്പോൾ ഓളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് ഇനി ആ ഒരു ഇത് നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ എല്ലാ പണി എടുക്കുന്നത്. ഡോക്ടറും പറഞ്ഞിരിക്കണേ റെസ്റ്റ് വേണമെന്ന്. ഇനിയിപ്പോൾ ഏതായാലും നമ്മൾ ഈ ഒരു മാസം അങ്ങനെ നോക്കട്ടെ. പഠിച്ചോനെ സന്തോഷിക്കാനുള്ളൊരു വജ്ജിജ് ഉണ്ടാക്കി തന്നാൽ മതിയേന്. കുറച്ചു നേരമൊക്കെ ഒന്ന് ഇരിക്കട്ടെ. വെജ്ജ മനസ്സിനക്ക്. കുഞ്ഞിന്താത്തേ, അല്ല നിങ്ങളിപ്പോൾ എന്താ ഇവിടെ ഇരിക്കണേ? പണിയൊക്കെ ഒതുങ്ങിയാ? ആർക്ക് ഇവളെ എന്ത് പണി ഒതുങ്ങണമെന്നാ ഇജ്ജ് പറഞ്ഞത്? മനസ്സിനക്കാണ് തീരെ വെച്ച. ഇപ്പം അതാ മുന്നാരടിച്ചു തുറക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചൂലേറ്റ് വന്നതാണ്. അപ്പോൾ അവിടെ ഇരിക്കൽ തുടങ്ങിയതാണ്. ഊരും പോറൊക്കെ ഒരേപോലെ കടയണടി. ഈ പേരൻ്റെ ഉള്ളിലത്തെ പണി മുഴുവൻ എടുത്തിട്ട് മനസ്സിനക്ക് വെച്ചാതായിക്കാണ്. അതുകൊണ്ട് ഇവിടെ വന്ന് ഇരുന്നതാണ്. എല്ലാ വള ഇജ്ജിപ്പ് കൊടുക്കാൻ പോണത്. പൊന്നാരെൻ്റെ കുഞ്ഞിന്താത്ത പാലിൻ്റെ പൈസ ഒരു കൂട്ടിയത് തെറ്റായിരിക്കും തോന്നണേ. അപ്പോൾ ചെറുക്കനോട് ഇന്നലെ കൂടുതലാണ് പറഞ്ഞത്. ഞാൻ പറയാം 4-5 ദിവസം നമ്മൾ വാങ്ങിയിട്ടില്ല, പിന്നെ എങ്ങനെ ഒരു കൂടുതൽ പറയുക? അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അല്ലെങ്കിൽ ഇന്ന് പാല് കൊടുക്കില്ല എന്ന് ചെക്കനോട് പറഞ്ഞേക്കണാല. പാല് കിട്ടില്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് മരുന്ന് കുടിക്കാനുള്ളതാണ്. അതിപ്പോൾ നടക്കില്ല. അപ്പോൾ അത് തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ. എല്ലാന്നോ മരിയോളിപ്പോൾ ഒരു പണി എടുക്കൂലേ? നിങ്ങളിപ്പോൾ എന്തിനാ ഇപ്പോൾ എല്ലാ പണികളും എടുക്കുന്നത്? എൻ്റെ പോളൊന്നും കൂടി തരില്ലേ? പൊന്നാരൻ്റെ വിള മരിയോൾ കൂടി തരായിട്ടൊന്നുമല്ല, ഞാൻ വാണ്ടാച്ചിട്ടാണ്. 5-6 കൊല്ലായില്ല ഓളങ്ങോട്ട് കൂടുന്നിട്ട്. എൻ്റെ കുട്ടിക്ക് ഒരു കുട്ടി ഉണ്ടായി കാണാൻ ഉള്ള പൂതിക്ക് നടക്കപ്പം ഞാൻ. ആ നാട്ടുകാരും വീട്ടുകാരും ചോദിച്ച് മടുത്തിക്കണം. എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നത് മച്ചിയാണോ? ഓളെ ഒഴിവാക്കിയിട്ട് വേറെ പെണ്ണെട്ടിക്കാനൊക്കെയാണ് പറഞ്ഞത്. എന്താ അപ്പം കഥ? എന്നോട് പറയാം ഓളെ ഏടത്തിൻ്റെ വകയിൽ ആർക്കോ കുട്ടി ഉണ്ടായിക്കണാലോ ഏതൊരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട്.
എന്നിട്ട് ഇപ്പോൾ അത് അന്വേഷിച്ചിട്ട് ഞങ്ങൾ കഴിഞ്ഞ മാസം കൊണ്ട കാണിച്ചിട്ട് നമ്മളിതേപോലെ ആരെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ വണ്ടി മുടിച്ച് പോകാൻ ഇതിനേറ്റ് എന്നോട് പറയാം എനിക്കും ഉണ്ട് എൻ്റെ മോനക്കൊരു കുട്ടി ഉണ്ടായി കാണാൻ എനിക്കും വെച്ചത് ഇങ്ങനെ കേൾക്കാൻ പുറത്ത് പോയ ആണുങ്ങൾക്കല്ല അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ എൻ്റെ കുട്ടിനോടൊക്കെ എത്ര പൂര ആൾക്കാർ ചോദിച്ചിട്ടുണ്ടാവും എൻ്റെ കുട്ടി മുണ്ടായിയാണ് ഓൻ്റെ ഒപ്പം കല്യാണം കഴിഞ്ഞവരും എൻ്റെ ഒപ്പം ശേഷം കഴിഞ്ഞവരൊക്കെ 2-3 കുട്ടികളായി എൻ്റെ കുട്ടിക്കാണ് കുട്ടി അപ്പം മോളപ്പോൾ ആ ഡോക്ടർ പറഞ്ഞിരിക്കണ് നല്ലോണം റെസ്റ്റ് എടുക്കാൻ ഇപ്പം എന്നോട് പറയാൻ ഒന്നിച്ചില്ല മാസമായി ഇപ്പം ഞാൻ ഈ പെരയത്തെ പണി മുഴുവൻ ഞാൻ എടുക്കുന്നത് ഇനിയിപ്പോൾ ഓളെ കൊണ്ട് ഈ കണ്ട പണിയൊക്കെ എടുപ്പിച്ചിട്ട് ഇനി അങ്ങനെ ഒരു ഇത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ റെസ്റ്റ് എടുപ്പിക്കുന്നത് ഇപ്പോൾ തന്നെ പടക്കളിക്ക് ആ പാത്രങ്ങളും ആ വടക്ക് തുടക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ആട്ടി വിട്ടിക്കാൻ പോവാം നമ്മൾ എത്ര ഇടങ്ങറായാലും വേണ്ടി എൻ്റെ കുട്ടിക്ക് ഒരു കുട്ടി ഉണ്ടായി കണ്ടാൽ മതി ചിരിക്കപ്പം ഞാൻ അതൊക്കെ അടക്കട്ടെ എല്ലാം ഇങ്ങോട്ട് കയറി ഏടി എന്താ പോയി പുറത്ത് നിൽക്കണം ഇങ്ങോട്ട് കയറിക്കോ ഇല്ല കുഞ്ഞിൻ്റാത്ത അള്ളാ കയറിയിരിക്കാൻ നേരമില്ല അപ്പം എന്നോട് പറയാൻ ഇപ്പോൾ ചെരുപ്പിടാതെ ഇപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ കാര്യം പറയാൻ വേണ്ടി പോണത് വരെ ചെന്നിട്ട് പണിയുണ്ട് ഒരു പണിയും കഴിഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെയാണല്ലേ ഏതായാലും ഇന്നാ ഒരു മാസം അങ്ങനെ നോക്കി എന്നാലേ ഇന്നിപ്പോൾ ഇനിയിപ്പോൾ ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഒരു പണി എടുപ്പിക്കണ്ട ഇനിയിപ്പോൾ ആ കട്ടക്കാലത്തിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും പണി എടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അങ്ങനെ ഒരു വിശേഷം ഉണ്ടാവണില്ലാതെ ഇരിക്കും വേണ്ട ഞങ്ങൾ പറഞ്ഞത് ശരിയാണ് കുറച്ചൊക്കെ ഒരു ഇടങ്ങറായാലും വേണ്ടില്ല മക്കൾക്ക് ഒരു കുട്ടികളില്ലെങ്കിൽ അത് ഇടങ്ങറ് തന്നെയാണ് അതിൻ്റെ ഇടങ്ങറ് ഇപ്പോൾ ആ ചെക്കനക്ക് നല്ലോണം ഉണ്ടാവും നിങ്ങളൊക്കെ പുറത്ത് പോകണ ആണുങ്ങളല്ലേ സ്നേഹിതന്മാരൊക്കെ ചോദിക്കുക എനിക്ക് കുട്ടിയായില്ലേ എനിക്ക് കുട്ടിയായില്ലേ എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ടാവും നമ്മളെ ഇടങ്ങറാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മക്കൾ കുറേയൊക്കെ ഉണ്ടായിരിക്കും എന്താ ഇപ്പോൾ കാട്ടുക ഒക്കെ ശരിയാവുമെന്നോ ഞാൻ ഏതായാലും പോട്ടെ ഇനി അവ ചെന്ന് പറഞ്ഞിട്ടാണ് പെരെ ചെന്ന് പണിയെടുക്കാൻ ഞാൻ പോവട്ടോ കുഞ്ഞിൻ്റാത്ത എന്നാ ആയിക്കോട്ടെടി എന്നാ ആയിക്കോട്ടെ എന്ത് ഇരിക്കണം പണി നോക്കട്ടെ വെളിയിൽ ഇരുന്നോട് തന്നെ ഇപ്പം ഞാൻ ചവിട്ടിയൊക്കെ ഇന്നലെ കൊട്ടിയിട്ടാണ് നല്ലോണം കൊട്ടിയിട്ട് അടിച്ചു വരി കേട്ടോ ഇനിയിപ്പോൾ എന്തിനാ ഇപ്പോൾ ഇത് എടുക്കണത് എന്നിപ്പോൾ ഈ കാനുള്ള ചവിട്ടിയൊന്നും എടുക്കാൻ എന്നെ കൊണ്ടുവച്ച ഒന്നരാടക്കൊക്കെ മതി അങ്ങനെ മതി പഠിച്ചോനെ ഈ കാര്യം ഞാൻ എങ്ങനെ ഉമ്മാനോട് പറയാം ഇക്കാനോട് എങ്ങനെ പറയാം എന്തൊക്കെ പ്രതീക്ഷിച്ചിട്ടല്ല പിന്നോട് ഒരു പണി എടുക്കാണ്ട് ഇപ്പോൾ റൂമിൽ തന്നെ എത്തിപ്പൊന്നിച്ചില്ല ആ മാസം ഇപ്പോൾ ഈ ഒരു വാർത്ത ഞാൻ എങ്ങനെ പറയാം എങ്ങനെ ഉൾക്കൊള്ളുക അപ്പോൾ എന്ത് പരീക്ഷണം എനിക്ക് തരുന്നത് ഒരു വീതി വല്ലാത്തൊരു വീതി ഇതെങ്ങനെ അമ്മനോട് പറയാം പഠിച്ചോനെ ഒരു സമാധാനം ഇല്ല ഇവിടം കൂടെ തുടച്ചാൽ ഒരു പാത്തിരിക്കാം എൻ്റെ റബ്ബേ എന്നു തന്നെ എന്താ ഇപ്പം ഇപ്പോൾ അവിടെ നിൽക്കണത് പഠിച്ചോനെ ഇപ്പോൾ പിന്നെ നിസ്കരിക്കാൻ വെച്ചതായാ നമ്മളിങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു പണിയെടുപ്പിക്കാണ്ട് ഇരുത്തിയിട്ട് പിന്നെ എന്തപ്പോൾ ഇങ്ങനെയൊക്കെ കാണണേ ആ ഡോക്ടറിനോട് ഉറപ്പ് പറഞ്ഞതല്ല ഈ മാസം എന്നൊക്കെ എന്തായാലും സന്തോഷിക്കാനുള്ള വഴി ഉണ്ടാവുമെന്ന് എന്നിട്ടിപ്പോൾ എന്തപ്പോൾ ഇങ്ങനെ അല്ലാ എന്താപ്പോൾ ഇത് എനിക്ക് പിന്നെയും നിസ്കരിക്കാൻ വെച്ചതായാ അതുമ്മ ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞിരിക്കണം അപ്പോൾ എനിക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിനി പക്ഷേ ഈ മാസമെങ്കിലും എനിക്ക് സന്തോഷിക്കാനുള്ള ഒരു വഴി പക്ഷേ തന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഞാൻ ഇപ്പോൾ കേൾക്കുന്നോടുന്നാണ് ഇപ്പോൾ ബാത്റൂമിൽ പോയത് അടിവയറ്റിൽ ഭയങ്കര വേദന അപ്പോൾ ഞാൻ ഇപ്പോൾ ബാത്റൂമിൽ പോയപ്പോൾ എനിക്ക് പീരീഡ്സ് അയക്കണം അമ്മ അല്ല ഞാൻ എന്താപ്പോൾ കേൾക്കണത് പഠിച്ചോനെ എൻ്റെ ഒരു വിധി എൻ്റെ കുട്ടിൻ്റെ ഒരു വിധി റബ്ബേ ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക്
ഒരു മാസം അന്ന് ഞാൻ റെസ്റ്റ് എടുപ്പിച്ച് ഈ പെരയത്ത് മുഴുവൻ ഞാൻ പണിയെടുത്ത് മനുഷ്യർക്ക് കാലോണ്ട് ഊരോണ്ട് ഒന്നിനും വെച്ച അങ്ങനെയെങ്കിലും പണ്ടാറക്കിയിട്ട് എൻ്റെ കുട്ടിക്ക് ഒരു കുട്ടി ഉണ്ടായി കാണുമെന്ന് വിചാരിച്ചിട്ടാണ് അന്നെക്കൊണ്ട് ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെ ഞാൻ അന്നെ നോക്കി വെച്ചിരുന്നത്. എന്നിട്ട് ചിന്നെ കണ്ണും വെട്ടിച്ചിട്ട് ഈ ഓരോ പണിയെടുക്കുമ്പോഴും ഞാൻ അന്നെ ആട്ടുന്നത് അതുകൊണ്ടാണ്. എൻ്റെ റബ്ബേ ഓൻ്റെ പണ്ടാറക്കച്ചി അങ്ങനത്തെ ഞാൻ പറയട്ടെ. ഇഞ്ചി ഒരു കുട്ടിക്ക് ഒരു ജന്മം ജന്നക്ക് ഒരു കാലത്ത് കൊടുക്കാൻ പറ്റൂല. ഇഞ്ചി മച്ചിയാണ് ജി. അതിൻ്റെ റബ്ബേ ഈ വയസ്സാം കാലത്ത് ഇന്നിങ്ങനെ ഇടങ്ങറാക്കണ എന്തിനാ റബ്ബേ? ഇങ്ങനെ ഒരു മച്ചിനാണ് റബ്ബേ ഞങ്ങൾക്ക് തന്നിക്കണത്. എൻ്റെ കുട്ടിൻ്റെ ഒരു വിധി എങ്ങനെ ഉണ്ടാവും? ആയ കാലത്ത് എൻ്റെ കുട്ടി കഷ്ടപ്പെട്ട് മുഴുവൻ അനക്കും വേണ്ടി ചികിത്സ ചെയ്ത് എൻ്റെ കുട്ടി ഇടങ്ങേറായി റബ്ബേ. ഗൾഫിത്തെ പണി ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് നാട്ടിൽ വന്നിട്ട് എന്ത് കാര്യമാണ് ഇനി എൻ്റെ കുട്ടിനോട് ഈ ഇത് പറയുമ്പോൾ എൻ്റെ കുട്ടീൻ്റെ ഇടങ്ങേറ് എത്ര പോലെ ഉണ്ടാവും റബ്ബേ? ആര് കേൾക്കണേ? എനിക്ക് വെച്ചല്ല റബ്ബേ. എൻ്റെ റബ്ബേ ഞാനിപ്പോഴും കൂടി കാലോണ്ട് മുട്ടോണ്ട് വെച്ചായിട്ട് ഞാൻ ഈ പെരം കൂടി മുഴുവൻ വൃത്തിയാക്കണം. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ചെയ്തിട്ട് ലാസ്റ്റ് എനിക്ക് കിട്ടുന്നത് ഇങ്ങനാണല്ലോ. പഠിച്ചനെ ഞാൻ എങ്ങനെ എൻ്റെ പൈതലിനോട് ഈ കാര്യം ഞാൻ പറയാം? എൻ്റെ കുട്ടി എത്ര പ്രതീക്ഷിച്ചിട്ടാണ് എൻ്റെ കുട്ടി നടക്കുന്നത്. ഇല്ലാത്ത പൈസ മുടക്കിയിട്ട് ആ നാട്ടിൽ കൊണ്ടുപോയിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് ഇപ്പം എന്താ ഉണ്ടായത്? ഡോക്ടർ അത്ര ഉറപ്പ് പറഞ്ഞതേന് റബ്ബേ. എന്നിട്ട് എന്താ ഇങ്ങനെ സംഭവിച്ചത് റബ്ബേ? ഡോക്ടറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അനക്കുണ്ടാവൂല. അത് മച്ചിയാണ് ജി മച്ചി. അതിൻ്റെ റബ്ബയ്ക്ക് വെച്ചില്ല റബ്ബേ. അതുകൊണ്ട് ഇനി ഞാൻ ഞങ്ങൾ ചികിത്സിക്കൂല. ഇനി ഞാനേ ഒരു വജ്ജ് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ മച്ചിനൊന്നും ഇവിടെ ഞങ്ങൾ പൊറപ്പിക്കൂല. എൻ്റെ കുട്ടീനെ കൊണ്ട് വേറെ പെണ്ണ് കെട്ടിക്കും ഞാൻ. എനിക്കുണ്ടല്ലോ, എനിക്ക് വയസ്സാവുകയാണ്. എനിക്കും പൂതിയുണ്ട് എൻ്റെ കുട്ടീനൊന്ന് താലോലിപ്പിക്കാൻ. അല്ലാണ്ട് ഞാൻ മരിച്ചിട്ടല്ല വേണ്ടിയത്. അതിന് ഞാൻ തീരുമാനം ഉണ്ടാക്കിക്കൊണ്ട് ഏതായാലും ഇത്രത്തോളം ആയില്ലേ, ഇനി ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. ഇജ്ജ് ഇവിടുത്തെ പണിയെ കണ്ടെടുത്തു കേട്ടാ. ഓള് ചുളിപ്പിയാണ്ട് നിൽക്കണ കണ്ട മച്ചി. അല്ലാത്ത എന്നെക്കൊണ്ട് വർത്താനം അറിയിപ്പിക്കണ്ട. അതുകൊണ്ട് പെരത്തെ പണി കണ്ട മുഴുവൻ എടുത്തോട്. കുറച്ചൊരു എന്തൊക്കെയും എന്നെ പറഞ്ഞ് എന്നിപ്പോൾ വിളിക്കാത്ത പേരും വിളിച്ച് മച്ചീത്. ഞാൻ എൻ്റെ തെറ്റ് ചെയ്തിട്ടാ. ഇതൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ റബ്ബേ? എനിക്ക് പഠിച്ചവന് തരാത്തത് എൻ്റെ കുഴപ്പം കൊണ്ടാണോ? പഠിച്ചവനെ എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എങ്ങനെ സഹിക്കുക? എനിക്ക് സഹി വരണില്ല റബ്ബേ. മുത്തുമണീസേ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? നോമ്പൊക്കെ എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. പിന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.